പ്രതിസന്ധികളിൽ തളരാതെ രണ്ടാം പിണറായി സർക്കാർ അങ്ങനെ 4ാം വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തെയും ഗവർണറെ മുൻനിർത്തി നടത്തിയ ഭരണ പ്രതിസന്ധിയെയും മറികടന്നാണ് രാജ്യത്തിനു മാതൃകയായി കേരളം കുതിച്ചത്. അതിദരിദ്രരില്ലാത്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുന്നതും സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതും ഈ സർക്കാരിന്റെ നേട്ടങ്ങളിൽ ചിലതു മാത്രമാണ്. തിരുവനന്തപുരത്ത് നിന്ന് നൃപൻ ചക്രവർത്തി കൂടുതൽ വിശദാംശങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നൃപൻ. ഗുഡ് മോർണിംഗ് കാവ്യ. ഇപ്പോൾ സൂചിപ്പിച്ച ഉദാഹരണങ്ങളൊന്നും പോരാ. ഒരുപക്ഷെ ഗുഡ് മോർണിംഗ് കേരളത്തിന്റെ മുഴുവൻ സമയവും എടുക്കേണ്ടി വരും. രണ്ടാം പിണറായി സർക്കാർ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ തുടർ ഭരണം എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുത്തപ്പോൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എങ്ങനെയൊക്കെ ഈ 3 വർഷം കൊണ്ട് പാലിച്ചെടുത്തു എന്നുള്ളതിന് തെളിവുകൾ ഇങ്ങനെ നിരത്തിക്കൊണ്ടുവരാൻ. അതിനൊപ്പം തന്നെ രാജ്യത്തെ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ, ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ പ്രത്യേകതകളുള്ള വലിയ പരാമർശങ്ങൾ നൽകേണ്ടുന്ന ഒരു സർക്കാർ കൂടിയായി ജനകീയ സർക്കാരിനെ, രണ്ടാം പിണറായി സർക്കാരിനെ അടയാളപ്പെടുത്തേണ്ടതുണ്ട് നൃപൻ. തീർച്ചയായും കാവ്യ. കാരണം ഒന്ന്, തുടർച്ചയായി ഒരു ഭരണം ഈ സർക്കാരിന് ലഭിക്കുന്നു. 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. അതിനുശേഷം വീണ്ടും തുടർ ഭരണം കേരള ചരിത്രത്തിൽ ആദ്യമായി പിണറായി സർക്കാരിന്, ഒരു LDF സർക്കാരിന് ലഭിച്ചു എന്നതാണ് ഒരു ചരിത്രപരമായ നേട്ടം. അതുമാത്രമല്ല, ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോയി. അതിന് ജനങ്ങൾ അംഗീകാരം നൽകുന്നു എന്നത്. ഒപ്പം തന്നെ രാഷ്ട്രീയപരമായി കാവ്യ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാർ ഏതെല്ലാം തരത്തിൽ സാമ്പത്തികമായി പൂർണ്ണമായി ഉപരോധിക്കുന്നു. 57,000 കോടി രൂപയാണ് അർഹമായ കേരളത്തിലെ ഓരോ പൗരനും ലഭിക്കേണ്ട തുക കേന്ദ്രം വെട്ടിച്ചുരുക്കിയത്. ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് വേണം സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ. മറ്റൊന്ന്, ഗവർണർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഭരണസ്തംഭനം നടത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചു. അതിനെ പോരാടി തോൽപ്പിക്കുക എന്നത് കേരളത്തിൻ്റെ ശ്രമകരമായ ഉദ്യമമായിരുന്നു. അത് നിയമപരമായി നേരിടേണ്ട പോരാട്ടം ആ നിലയ്ക്ക്, മറിച്ച് രാഷ്ട്രീയപരമായി പോരാടേണ്ട വിഷയങ്ങൾ ആ പോരാട്ടം ആ വഴിക്ക്. ഒപ്പമാണ് ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും അടിസ്ഥാന വികസന പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകുക. ദേശീയപാത വികസനം കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം വരെ എത്തുന്ന ദേശീയപാത വികസനം, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങളിൽ ലൈഫ് പദ്ധതി, ഒപ്പം തന്നെ ഈ ക്ഷേമ പെൻഷൻ, ഇതൊക്കെയാണ് കേരളം മുന്നോട്ട് വച്ച ആശയങ്ങൾ. നീതി ആയോഗിൻ്റെ കണക്കിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച എല്ലാ വികസന സൂചികളിലും ക്ഷേമ കാര്യങ്ങളുടെ എടുത്ത് പരിശോധിച്ചാൽ എല്ലാത്തിലും കേരളം എങ്ങനെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ കേരളം ബദലായി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയം വികസനവും കരുതലുമാണ്. ആ കരുതലാണ് ജനങ്ങൾ ഈ സർക്കാരിനൊപ്പം നിൽക്കുന്നത്. മറ്റൊന്ന്, കാവ്യ സൂചിപ്പിച്ചത്, ഒരു വലിയ നിർണായകമായൊരു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഘട്ടത്തിലാണ് രാജ്യം. ഇന്നും ആ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലെ വോട്ടെടുപ്പ് നടക്കുന്നു. ആ ഘട്ടത്തിൽ കേരളം എങ്ങനെ ബദലായി നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പ്രതിസന്ധിക്കിടയിലും മുന്നോട്ട് വയ്ക്കാൻ കേരളത്തിനൊരു ബദൽ മാതൃകയുണ്ട്. അത് നവകേരള സദസ്സും കേരളീയം അടക്കമുള്ള നമ്മൾ അവസാനം കണ്ടതാണ്. ഒരു സംസ്ഥാനത്തെ ഒരു സർക്കാർ, സമ്പൂർണ്ണ ക്യാബിനറ്റ് ജനങ്ങളുടെ മുന്നിലെത്തുകയാണ്. ജനങ്ങളുടെ മുന്നിലെത്തി അവരുടെ ആശയങ്ങൾ കേൾക്കുകയാണ്. സർക്കാരിന് പറയാനുള്ളത് അവരോട് പറയുകയാണ്. നൂതനമായിട്ടുള്ള പുതിയ കേരളത്തിൻ്റെ വികസന ലക്ഷ്യത്തിൽ എന്താണ് ജനങ്ങൾക്ക് മുന്നോട്ട് സർക്കാരിന് മുന്നിൽ വയ്ക്കാനുള്ളത് എന്ന് കേൾക്കുന്നു. അതിനുശേഷം പ്രത്യേകിച്ച് ഓരോ ജനവിഭാഗത്തെയും മുഖ്യമന്ത്രി നേരിട്ട് കേൾക്കുന്നു. കേരളീയം പോലെയുള്ള ലോക ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന കേരളീയം പോലെയുള്ള പദ്ധതി നടപ്പിലാക്കുന്നു. മറ്റൊന്നാണ് കാവ്യ മുഖവരയെ സൂചിപ്പിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ്. അത് ഈ വർഷം നടപ്പിലാക്കുന്നത് ലോക രാജ്യങ്ങൾക്ക് തന്നെ മാതൃകയാണ്. ഈ പറഞ്ഞ ജനാധിപത്യ സംവിധാനത്തിൽ, ഫെഡറലിസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഒറ്റപ്പെട്ട തുരുത്തായി കേരളത്തിന് എങ്ങനെ നിലനിൽക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള വികസന മാതൃകകളും ഒപ്പം തന്നെ ചേർത്ത് പിടിക്കുന്ന ക്ഷേമ പദ്ധതികളുമാണ്. അതിദരിദ്രരില്ലാത്ത മനുഷ്യരെ കേരളത്തിലുണ്ടാക്കുക, എല്ലാവർക്കും ചികിത്സ ലഭിക്കുക, എല്ലാവർക്കും ഭക്ഷണം ലഭിക്കുക, ആരും ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരായി കേരളത്തിൽ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല എന്ന കാര്യം. മറ്റൊന്ന്, ലൈഫ് പദ്ധതിയാണ്. ലൈഫ് പദ്ധതി 5 ലക്ഷം വീടുകളാണ് ആകെ സർക്കാർ 2016 മുതൽ ഇതുവരെ അനുവദിച്ചിട്ടുള്ളത്. ഈ സർക്കാർ വന്ന ശേഷം തന്നെ 1 ലക്ഷത്തിലധികം വീടുകൾ അനുവദിച്ചു. ഇപ്പോൾ 4 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയായി. 1 ലക്ഷം വീടുകളാണ് ഇനി പൂർത്തിയാക്കാൻ വേണ്ടി ബാക്കിയുള്ളത്. മറ്റൊന്ന്, കേരളത്തിൻ്റെ വികസനത്തെ, രാജ്യത്തിൻ്റെ വികസനത്തിൽ, തലസ്ഥാനത്തിൻ്റെ വികസനത്തിൽ നാഴികക്കല്ലാവുന്ന വിഴിഞ്ഞം പദ്ധതിയാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം കേരളത്തിന് ഓണസമ്മാനമായി ഈ ഓണക്കാലത്ത് തന്നെ ഉദ്ഘാടനം പൂർത്തിയാകും. പുലിമുട്ടിൻ്റെ
നിർമ്മാണം പൂർണ്ണമായി വിഴിഞ്ഞത്ത് പൂർത്തിയായി. ക്രെയിനുകൾ മുഴുവൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഒരു ക്രെയിനിൻ്റെ ഒരു ഷിപ്പ് മാത്രമാണ് എത്തിച്ചേരേണ്ടത്. ബാക്കി ഓട്ടോമാറ്റിക് സംവിധാനങ്ങളെല്ലാം ലോകത്തെയുള്ള വൻകിട തുറമുഖങ്ങൾക്ക് തുല്യമായ സംവിധാനങ്ങളാണ് വിഴിഞ്ഞത്തുള്ളത്. അതിനോടൊപ്പം തന്നെ വിഴിഞ്ഞം റെയിൽവേ സംവിധാനം, അതായത് ഈ പറഞ്ഞ കണക്ടിവിറ്റി, ദേശീയപാതയുമായി കണക്ടിവിറ്റി വരുന്ന റോഡിൻ്റെ വികസനവും ഒപ്പം തന്നെ തുരങ്ക റെയിൽവേ പാതയും, അത് ബാലരാമപുരം വരെ എത്തി നിൽക്കുന്ന പാതയാണ്. കണ്ടെയ്നർ മുഴുവൻ, ചരക്ക് ഗതാഗതം മുഴുവൻ ഇതുവഴിയായിരിക്കും പോവുക. അങ്ങനെ ഈ പ്രധാനപ്പെട്ട ഈ രണ്ട് വികസന കാര്യങ്ങളും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പമാണ് നേരത്തെ തുടർന്ന് വച്ച 2016 തുടർന്ന് വച്ച ദേശീയപാത 66ൻ്റെ വികസനം, കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം വരെ എത്തുന്നത്. ഒപ്പം തന്നെ തീരദേശ ഹൈവേയുടെയും മലയോര ഹൈവേയുടെയും പ്രവർത്തനം നടക്കുന്നു. മറ്റു പ്രധാനപ്പെട്ട റോഡുകളുടെ എല്ലാം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ വികസന കാര്യത്തിൽ രാജ്യത്തിന്, ലോകത്തിന് മാതൃകയായി ഒരു പൊൻതൂവലായി ഈ സർക്കാർ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിക്കിടയിലും കേന്ദ്ര സർക്കാർ എങ്ങനെയെല്ലാം കേരളത്തെ അവഗണിക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് പോകുന്നു. ഇതെങ്ങനെയാണ് സർക്കാർ നടത്തുന്നത് ചോദിച്ചാൽ നിയമപരമായ പോരാട്ടമുണ്ട്. ഒന്ന്, കേരളത്തിന് അർഹമായ ആനുകൂല്യം ലഭിക്കാതെ വന്നപ്പോൾ നിയമസഭ ഒന്നടങ്കം നിന്നു. ഒപ്പം തന്നെ പ്രത്യക്ഷമായ സമരവുമായി സർക്കാർ മുന്നോട്ട് പോയി. രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണമായി ജനപ്രതിനിധികൾ ദില്ലിയിലെത്തി രാജ്യ തലസ്ഥാനത്ത് സമരം നടത്തി. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ തരത്തിലുള്ള പിന്തുണ ലഭിച്ചു. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ദില്ലി സർക്കാരിൻ്റെ ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള പിന്തുണയാണ് സംസ്ഥാന സർക്കാരിന് ഈ സമരത്തോടൊപ്പം ലഭിച്ചത്. ഒപ്പം തന്നെ സുപ്രീം കോടതിയിലേക്ക് കേരളം പോയി. ആ പോരാട്ടത്തിൽ കോടതി സംസ്ഥാനത്തിന് അനുകൂലമായി നിന്നു. അർഹമായ ആനുകൂല്യം കേരളത്തിന് കൊടുക്കണം, ഫെഡറൽ സംവിധാനത്തിന് നിലനിർത്തണമെന്ന് കോടതി തന്നെ കേന്ദ്ര സർക്കാരിനോട് ചൂണ്ടിക്കാട്ടേണ്ട സ്ഥിതിയുണ്ടായി. അങ്ങനെ നിയമപരമായ പോരാട്ടം ഒരു ഘട്ടത്തിൽ നടത്തി. ഒപ്പം തന്നെ സർക്കാർ ജനങ്ങളെ ഒപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നവകേരള സദസ്സ്. നവകേരള സദസ്സ് തുടങ്ങി വച്ച ആശയം ജനങ്ങൾ ഏറ്റെടുത്തു. അതിൻ്റെ പരാതികൾ പരിഹരിക്കപ്പെട്ടു. അത് ജനത്തിന് നേരിട്ട് തന്നെ ബോധ്യമായി. അതുകൊണ്ട് തുടർ പ്രവർത്തനങ്ങളും കേരളത്തെ സംബന്ധിച്ചുള്ള നിർണായകമാണ്. ഇനിയുള്ള 2 വർഷം കേരളത്തെ സംബന്ധിച്ചുള്ള നിർണായകമാണ്. കാരണം ഇനി ഈ തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വരുന്ന കേന്ദ്ര സർക്കാർ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി എന്താകും, ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താകും, ആ രാജ്യത്ത് വരുന്ന പുതിയ സർക്കാരിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും, അത് കേരളത്തിൻ്റെ വികസനത്തിൽ ഏറെ നിർണായകമാണ്. കേരളം കാത്തിരിക്കുന്നതാണ്. ഈ പറയുന്ന BJPയുടെ കേന്ദ്രത്തിൻ്റെ വർഗീയ നയങ്ങൾക്കെതിരെ ഏറ്റവും കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാർ. BJPക്ക് സ്വാധീനമില്ലാത്ത ഒരു സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ, ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരികയാണെങ്കിൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുന്ന 2 വർഷം നിർണായകമാണ്. അതോടൊപ്പം തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടാകുന്ന വിജയം എങ്ങനെയാണ് എന്ന കാര്യത്തിലും നിർണായകമാണ്. അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും പുനഃക്രമീകരണങ്ങളും ഈ പറയുന്ന അടുത്ത 2 വർഷത്തെ കേരളത്തെ നയിക്കാനും വരുന്ന കാലത്ത് കേരളം ആയിരിക്കണം എന്നുള്ള അടിസ്ഥാനപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന 2 വർഷമായിരിക്കും ഇനി വരാൻ പോകുന്നത്. കാവ്യ, നൃപൻ, ഇതിനിടയിൽ നൃപൻ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ടല്ലോ. ഒരു സംസ്ഥാനത്തിനാകെ, മറ്റ് സംസ്ഥാനങ്ങൾക്കാകെ മാതൃക നൽകിക്കൊണ്ടാണ് കേരളം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിന്റെ നയങ്ങൾക്കെതിരെ ദില്ലിയിൽ പോയി പ്രതിഷേധിച്ചത്. അതോടൊപ്പം തന്നെ ഗവർണറുടെ സമീപനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളോടും നിയമപരമായ സാധ്യമായ എല്ലാ വഴികളും തേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആ നിലയ്ക്ക് ഈ ഒരു ജനാധിപത്യ സംവിധാനത്തെ എങ്ങനെ രാജ്യത്ത് ഉപയോഗിക്കാമെന്ന മാതൃക കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ കൂടിയാണ് 2ാം പിണറായി സർക്കാർ എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ നടക്കുന്ന പ്രതിഷേധത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പോലും അതിന് ഏറ്റവും കൃത്യമായൊരു ഉദാഹരണം, ഒരു കൂട്ടായ്മയിലൂടെ തന്നെ ഈ പ്രതിഷേധങ്ങൾ ചെറുത്തുനിൽപ്പ് സാധ്യമാണ് എന്ന് കാണിച്ചു കൊടുത്ത ഒരു സർക്കാർ കൂടിയായി അടയാളപ്പെടുത്തണം. അതിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഇത്രയധികം മാധ്യമ വേട്ട നേരിട്ട ഒരു സർക്കാർ മുൻപുണ്ടായിട്ടുണ്ടോ, ഒരു മുഖ്യമന്ത്രി മുൻപുണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യവും ഈ ഒരു ഘട്ടത്തിൽ ഉയർത്തി കാണിക്കണം. ഇപ്പോൾ നൃപൻ എണ്ണി പറഞ്ഞ ഈ വികസന പ്രവർത്തനങ്ങൾ, ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ ഓരോന്നും ഒരുപക്ഷെ നമ്മളിങ്ങനെ പറയുമ്പോൾ പോലും എല്ലായ്പ്പോഴും LDF സർക്കാരിനെ, ഈ ജനകീയ സർക്കാരിനെ താറടിച്ച് കാണിക്കാൻ മാത്രം നിലകൊള്ളുന്ന ഒരു മാധ്യമ സംസ്കാരത്തിനെതിരെ കൂടി ഒരു പോരാട്ടം ഇപ്പോൾ ഈ സർക്കാർ നടത്തുന്നുണ്ട് എന്ന് പറയേണ്ടി വരും.
കാവ്യ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. കേരളത്തിലെ ജനങ്ങൾ അത് പത്രമാധ്യമങ്ങളാകട്ടെ, വിഷ്വൽ മീഡിയ ആകട്ടെ, വരികൾക്കിടയിലൂടെ വായിക്കാൻ കഴിവും വിവേകമുള്ളവരാണ് എന്ന് തെളിയിച്ചതാണ് ഒന്നാം പിണറായി സർക്കാരിന് ശേഷം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. സ്വർണ്ണക്കടത്ത്, ED പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ, അതുമായി ബന്ധപ്പെട്ട് ഈ CBI തുടങ്ങിയ എന്തുമാത്രം തരത്തിലുള്ള അവസാനത്തെ 1.5 വർഷക്കാലം സർക്കാരിനെ വേട്ടയാടുകയായിരുന്നു പൂർണ്ണമായി. പ്രതിപക്ഷം ഒപ്പം നിന്നു, BJP കേന്ദ്ര സർക്കാർ അതിനൊപ്പം നിന്നു, മാധ്യമങ്ങൾ സംഘടിതമായി ആക്രമിച്ചു. പക്ഷേ ജനം ഇത് പൂർണ്ണമായി തിരസ്കരിച്ചു. 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഈ സ്വർണം ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്, ആരാണ് കൊടുത്തയച്ചത് എന്ന ചോദ്യം, അത് ഏത് സംവിധാനത്തിലൂടെയാണ് കടന്നു വന്നത്, ഇതിൽ നടപടിയെടുക്കേണ്ടത് ആരാണ് എന്ന സംസ്ഥാന സർക്കാരിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രിയുടെയും ഉറച്ച ആർജവത്തോടെയുള്ള ചോദ്യം. അതിന് ഇന്നും മറുപടി പറയാൻ കേന്ദ്ര സർക്കാരിനോ അന്വേഷണ ഏജൻസികൾക്കോ ആയില്ല. അത് പക്ഷേ സോപ്പ് കുമ്പള പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൊട്ടിപ്പോയി. രണ്ടാമതാണ് വീണ്ടും സംഘടിതമായി മുഖ്യമന്ത്രി വ്യക്തിപരമായി ആക്രമിക്കുന്ന ഘട്ടം ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോഴും സർക്കാർ വളരെ ആർജവത്തോടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഏത് ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കാം, പക്ഷേ ഒരു സർക്കാരിനെ ആക്രമിക്കുന്നതിന് വേണ്ടി, ഒരു സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഗൂഢശ്രമങ്ങളെയാണ് സർക്കാർ എന്നും എതിർക്കുന്നത്. ഇടതുപക്ഷവും LDF എന്നും അതിനെയാണ് എതിർക്കുന്നത്. അത് കാവ്യ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമീപകാലത്തും അത് ആ നിലയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ സംഘടിതമായിട്ടുള്ള ആക്രമണങ്ങളെ എന്നും LDF ജനങ്ങളെ മുൻനിർത്തി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യത്തിലും അത് തുടർച്ചയായി ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേന്ദ്രത്തിൻ്റെ അവഗണന സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോൾ പ്രതിപക്ഷം എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? പ്രതിപക്ഷം ഇത് രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്ന് ആദ്യം പറഞ്ഞത് കേരളമാണ്. പക്ഷേ അതിൻ്റെ തുടർച്ചയായി രണ്ടാമത് തമിഴ്നാടിനും ദില്ലിക്കും കർണാടകയ്ക്കും ഒക്കെ തന്നെ, മറ്റ് ഇതര സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തന്നെ പരസ്യമായി ഈ കാര്യത്തിൽ മുന്നോട്ട് വരേണ്ടി വന്നു. ഒപ്പം തന്നെ ഗവർണർമാരെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള എങ്ങനെയെല്ലാം ഭരണ പ്രതിസന്ധിയിലാക്കാമെന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം, ഇതും ആദ്യം ചോദ്യം ചെയ്തത് കേരളമാണ്. പിണറായി വിജയനാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ചോദ്യം ആർജവത്തോടെ ചോദിച്ചത്. അത് രണ്ടാമത് കോടതിയിലേക്ക് തമിഴ്നാടിനടക്കം പോകേണ്ടി വന്നു, കേരളത്തിന് പോകേണ്ടി വന്നു. ഓരോ സംസ്ഥാനത്തു നിന്നും തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഓരോ കാര്യത്തെ സംബന്ധിച്ചും എങ്ങനെയാണ് രാഷ്ട്രീയപരമായി ഒരു ദിശാബോധത്തോടെയുള്ള നിലപാട് സ്വീകരിച്ചത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് കേരളം. ഒപ്പം തന്നെ ഈ വികസന കാര്യങ്ങളെ സംബന്ധിച്ച് കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ ഇടതുപക്ഷമോ കുറച്ച് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നോ മാധ്യമങ്ങൾ മാത്രം നടത്തുന്ന പ്രചരണമല്ല. നീതി ആയോഗിൻ്റെ കണക്കുകൾ തന്നെ പരിശോധിക്കാം. ഓരോ നീതി ആയോഗിൻ്റെ ഓരോ വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ നേട്ടങ്ങൾ, അത് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകൃതമായി നടത്തുന്ന പരിശോധനകളുടെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വികസന സൂചികളുടെ ഓരോ മാനദണ്ഡങ്ങളും പരിശോധിച്ചാണ് നീതി ആയോഗ് കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ എല്ലാ നേട്ടവും കേരളത്തിന് എങ്ങനെ ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് മികവിൻ്റെ ഉദാഹരണം കൊണ്ട് തന്നെയാണ്. നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികൾ തുടർച്ചയായി കേരളം ഇപ്പോഴും ഒന്നാമത് നിൽക്കുന്നു. 2022 സുസ്ഥിര വികസന സൂചികളിലും 2023 ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായും നീതി ആയോഗ് കേരളത്തെ തുടർച്ചയായി തിരഞ്ഞെടുത്തു. 2021 ദേശീയ ഗവേണൻസ് അവാർഡും ഇന്ത്യൻ പോലീസ് ഫൗണ്ടേഷൻ്റെ അഴിമതി വിമുക്ത സേവനത്തിലുള്ള പുരസ്കാരവും തുടർച്ചയായി കേരളത്തിനാണ്. പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ പ്രസിദ്ധീകരിച്ച സൂചികയിൽ മികച്ച ഭരണം നടത്തുന്ന സംസ്ഥാനം കേരളമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പട്ടികയുടെ നീളം അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ വികസന കാര്യങ്ങൾ എണ്ണി പറഞ്ഞാൽ ഈ ബുള്ളറ്റിൽ നമുക്ക് സംസാരിച്ചു കൊണ്ടേയിരിക്കാം. അത് എന്തുകൊണ്ട് കഴിയുന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ, LDF സർക്കാർ, പിണറായി സർക്കാർ എടുക്കുന്ന ദിശാബോധത്തോടെയുള്ള തീരുമാനമാണ്. അടിസ്ഥാന വികസനത്തിന് ഊന്നൽ നൽകുന്നതിനൊപ്പം, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക. 62 ലക്ഷം ജനങ്ങൾക്കാണ് 1600 രൂപ വെച്ച് ഈ സർക്കാർ കൊടുക്കുന്നത്. ആ കൊടുക്കുന്നത് എങ്ങനെയാണ്? 57,000 കോടി രൂപ കേന്ദ്ര സർക്കാർ നമ്മളെ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും ഈ പ്രതിസന്ധിക്കിടയിൽ എങ്ങനെയെല്ലാം വരുമാന മാർഗം കണ്ടെത്തി, വിഭവ സമാഹരണം നടത്തി, നികുതി പിരിവ് വർദ്ധിപ്പിച്ച് അങ്ങനെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കാവ്യ, ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. ദേശീയപരമായി രാജ്യത്ത് ഒരു സർക്കാർ ഒരു മാറ്റമുണ്ടായാൽ, പ്രത്യേകിച്ച് BJP സർക്കാർ അധികാരത്തിൽ വരാതിരുന്നാൽ, ഈ ഇന്ത്യ മുന്നണിക്ക് മേൽക്കൈയുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ നാം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടാനും കഴിയും. ഒപ്പം തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ സമീപനങ്ങൾ കേരളത്തെ സംബന്ധിച്ചുണ്ടാകുന്നു. ഇതും ആശ്വാസകരമാണ്. അതുകൊണ്ട് ഭാവി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുന്ന 2 വർഷവും നിർണായകമായിരിക്കും. കാവ്യ.
ശരി, നൃപൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്നും സമഗ്ര വിവരങ്ങൾ, വിശകലനങ്ങൾ ഇപ്പോൾ നടത്തിയത്. എന്തായാലും വിവാദങ്ങൾ കൊണ്ട് തളർത്താൻ നോക്കുമ്പോൾ വികസനം കൊണ്ട് മറുപടി പറയുന്ന ഒരു രണ്ടാം പിണറായി സർക്കാരിനെയാണ് നാളിതുവരെ കണ്ടത്. മുന്നോട്ടുള്ള 2 വർഷങ്ങളും അതേ നിലപാട് തന്നെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് ഓരോ ദിവസവും കടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.